ശ്യാമപ്രസാദ് സംവിധാനം ചെയ്ത ഋതുവിലൂടെ മലയാള സിനിമയിലേക്ക് കടന്നുവന്ന ആളാണ് ആസിഫ് അലി. 15 വർഷത്തെ സിനിമാ ജീവിതത്തിൽ വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ താരത്തിന് സാധിച്ചു. ഓരോ സിനിമ കഴിയുന്തോറും തന്നിലെ നടനെ കൂടുതൽ മികച്ചതാക്കുന്ന ആസിഫ് അലിയാണ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കാണാൻ സാധിക്കുന്നത്. പണ്ട് സിനിമ ചാൻസ് ചോദിച്ചു ചെന്നപ്പോൾ ഒരു സംവിധായകൻ തനിക്ക് ഹീറോ ആകാൻ വേണ്ട ഹൈറ്റോ കളറോ ഇല്ലെന്ന് പറഞ്ഞെന്ന് ആസിഫ് അലി പറയുന്നു. നല്ലൊരു പ്രൊഫഷൻ കണ്ടുപിടിച്ച് ജോലി നേടി സെറ്റിലാകാൻ അദ്ദേഹം പറഞ്ഞുവെന്നും അപ്പോൾ തന്റെ മനസ്സിൽ സിനിമയിൽ നിന്നും ഒരു സ്റ്റെപ്പ് പുറകിലേക്ക് പോയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതിനുശേഷം കമൽ സാറിനെ ഒരു ഹോട്ടലിൽ വെച്ച് കാണാൻ പോയെന്നും എല്ലാവരും ഫോട്ടോ എടുക്കാൻ നിന്നപ്പോൾ താൻ പോയി ഹൈറ്റ് നോക്കിയെന്നും ആസിഫ് അലി പറയുന്നു. അഭിനയ നേതാവാകാൻ ഹൈറ്റ് പ്രശ്നമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. കൈരളി ചാനലിനോട് സംസാരിക്കുകയായിരുന്നു ആസിഫ് അലി. ആസിഫ്, തനിക്കൊരു ഹീറോ ആകാൻ വേണ്ട ഹൈറ്റോ കളറോ ഒന്നുമില്ല. ഞാൻ ഒരുപാട് പുതിയ ആളുകൾ കഷ്ടപ്പെടുന്നത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ മകന്റെ പ്രായമേ നിനക്കുള്ളൂ. മോനെ, നല്ലൊരു പ്രൊഫഷൻ കണ്ടുപിടിച്ച് ജോലി ചെയ്ത് അതിൽ നിന്നും മാതാപിതാക്കളെ നോക്കി ലൈഫ് സെറ്റാക്കാൻ നോക്കൂ എന്ന് വളരെ കൺവിൻസിംഗ് ആകുന്ന രീതിയിൽ ഒരു ഉപദേശം ഒരു സംവിധായകൻ എനിക്ക് തന്നു. ശരിക്കും ആ ഒരു പോയിന്റിൽ ഞാൻ തന്നെ മനസ്സിൽ ഒരു സ്റ്റെപ്പ് പിറകിലേക്ക് പോയി. ഞാൻ തന്നെ വിചാരിച്ചു എനിക്ക് പറ്റില്ലായിരിക്കും. എനിക്കും എല്ലാ ആളുകളെ പോലെയും സിനിമ എക്സൈറ്റ്മെന്റ് മാത്രമായിരിക്കും ഉള്ളതെന്ന്. അതിനുശേഷം വേൾഡ് മലയാളി കൗൺസിലിംഗിന്റെ ഒരു പരിപാടിക്ക് കമലഹാസൻ സാർ ഇവിടെ ഒരു ഹോട്ടലിൽ താമസിക്കുന്നുണ്ടെന്ന് എന്റെ ഒരു കുടുംബാംഗം പറഞ്ഞതനുസരിച്ച് കമൽ സാറിനെ കാണാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും പോയി. അവിടെ ഞങ്ങൾ എല്ലാവരും അദ്ദേഹത്തിന്റെ കൂടെ ഫോട്ടോ എടുക്കണം എന്ന എക്സൈറ്റ്മെന്റിലായിരുന്നു പോയിരുന്നത്. പക്ഷേ ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി നിന്ന് നോക്കിയത് ഹൈറ്റാണ്. അപ്പോൾ എന്നെക്കാൾ അദ്ദേഹത്തിന് ഉയരം കുറവാണെന്ന് മനസ്സിലായി. സിനിമയിൽ അഭിനയിക്കാൻ ഹൈറ്റും ഒരു പ്രശ്നമല്ലെന്ന് അപ്പോൾ മനസ്സിലായി. ആസിഫ് അലി പറയുന്നു.